മധ്യവേനൽ അവധി കഴിഞ്ഞ സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും. ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 2.5 ലക്ഷത്തോളം കുട്ടികളാണ് ഇക്കുറി 1ാം ക്ലാസ്സിലെത്തുക എന്നാണ് വിലയിരുത്തൽ. ആദ്യ ആഴ്ചയിൽ പാഠപുസ്തക പഠനമില്ല എന്നതും ഈ അധ്യയന വർഷത്തിന്റെ പ്രത്യേകതയാണ്. വിവിധ ജില്ലകളിൽ നിന്ന് പ്രവേശനോത്സവ വിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. മധ്യവേനൽ അവധി കഴിഞ്ഞ് 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് സ്കൂളിലേക്കാണ് കുരുന്നുകൾ. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? പ്രവേശനോത്സവ ഒരുക്കങ്ങൾ. ഗുഡ് മോർണിംഗ്. ഇന്ന് വലിയ ആവേശമുള്ള ദിവസമാണ്. കുട്ടികൾ പുതിയ പുസ്തകവും യൂണിഫോമും ഒക്കെ ആയിട്ട് സ്കൂളുകളിലേക്ക് വരുന്ന ഒരു ദിവസമാണ്. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിരവധി സ്കൂളുകൾ, 12,000-ലധികം സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളിലെല്ലാം ഇന്ന് വിദ്യാർത്ഥികൾ പഠിക്കാനായി എത്തുന്ന ദിവസമാണ്. അതോടൊപ്പം 44 ലക്ഷത്തിനടുത്ത് വിദ്യാർത്ഥികൾ അവരുടെ അധ്യയന വർഷം ആരംഭിക്കുന്ന ദിവസമാണ്. ഇങ്ങനെ ഈ ഒരു ദിവസത്തിലേക്ക് വരുമ്പോൾ ഈ ക്ലാസ്സുകളെല്ലാം തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ സ്കൂളിലാണ്. ഈ സ്കൂളിൽ തന്നെ നോക്കുമ്പോൾ അറിയാം, ഇവിടെ എല്ലാ സജ്ജീകരണങ്ങളും കുട്ടികളെ വരവേൽക്കാനായി. ഇത് 1ാം ക്ലാസ്സാണ്. 1ാം ക്ലാസ്സിന് 4 ഡിവിഷനുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓരോ ഡിവിഷനിലും 20-ലധികം കുട്ടികളുണ്ട്. ഏതായാലും ഒരു 90-ൽ താഴെ കുട്ടികൾ, ഒരു 80 മുതൽ 90-നകത്തുള്ള കുട്ടികളാണ് ഈ 4 ഡിവിഷനിലായി തന്നെ 1ാം ക്ലാസ്സിൽ മാത്രമായി എത്തുന്നത്. ഏതായാലും അവർക്കായുള്ള സജ്ജീകരണങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട്. അവർക്ക് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അവരെ സ്വീകരിക്കാനായി ബലൂണുകളും ഒക്കെ വച്ചിട്ടൊരു വരവേൽപ്പ് തന്നെ നൽകുകയാണ്. ഇന്ന് പ്രവേശനോത്സവത്തിൽ എല്ലാ വർഷവും ഈ സർക്കാർ സ്കൂളുകളിലെല്ലാം ഇത്ര ആഘോഷത്തോടെ തന്നെയാണ്. മറ്റെവിടെയും കാണാത്ത വിധത്തിലുള്ള ഒരു സ്വീകരണം ഉണ്ട്. വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സിനൊരു, ശരിക്കും പറയുമ്പോൾ ഒരു ആംബിയൻസ് എന്ന് തോന്നാൻ വിധം ചുവരുകളിൽ ചിത്രങ്ങൾ, അവർക്ക് പാഠ്യ വിഷയങ്ങൾക്കൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങൾ പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഇത്തവണ കൂടുതൽ കാര്യമുണ്ട്. അതായത് ഇത്തവണ ഈ ആദ്യത്തെ 2 ആഴ്ച അവർക്ക് പാഠപുസ്തകങ്ങളല്ല പഠിക്കുന്നത് കൂടുതൽ. അതായത് ലഹരി വിരുദ്ധ വിഷയങ്ങൾ, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, പൊതുമധ്യത്തിൽ എങ്ങനെ പെരുമാറണം, ഇങ്ങനെ നിരവധി, അതായത് ഒരു ഉപയോഗമുള്ള, ജീവിതത്തിൽ ഗുണം ചെയ്യുന്ന പല കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഇത്തവണയുണ്ട്. അതൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം തന്നെ പാഠപുസ്തകങ്ങളെല്ലാം ലഭിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു പൂർണ്ണമായി എല്ലാവർക്കും തൃപ്തിയുള്ള ഒരു വർഷം കൂടിയാണ്. വിദ്യാർത്ഥികൾ പുതിയ പുസ്തകങ്ങളും പുതിയ ഉടുപ്പുകളും ഒക്കെ അണിഞ്ഞ് ഇതെല്ലാമായി ക്ലാസ്സുകളിലേക്ക് വരുന്നൊരു ദിവസമാണ്. സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴയാണ്. അത് കഴിഞ്ഞിട്ട് ഇവിടെ പ്രത്യേകിച്ചും സംസ്ഥാനതല ഉദ്ഘാടനം ആലപ്പുഴ നടക്കും. തിരുവനന്തപുരത്തെ ജില്ലാതല ഉദ്ഘാടനം ആറ്റിങ്ങലിലാണ് നടക്കുന്നത്. മന്ത്രി GR അനിലാണ് ഇവിടെ ഉള്ളത്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വിദ്യാർത്ഥികളെ വരവേൽക്കാനായി സംസ്ഥാനതല ഉദ്ഘാടന വേദിയിലേക്കാണ് പോകുന്നത്. ഏതായാലും 9 മണിയോടെ തന്നെ എല്ലാ വിദ്യാർത്ഥികളെ സ്വീകരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ നടക്കുന്ന പ്രവേശനോത്സവത്തിന്റെ പരിപാടി എല്ലാ സ്കൂളുകളിലും സ്ക്രീൻ ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട്, കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് കാണാനായി സാധിക്കും. ഇങ്ങനെയുള്ള എല്ലാ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികളാണ്. ഏകദേശം 1ാം ക്ലാസ്സിലേക്ക് മാത്രം തന്നെ ഒരു 2.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ, 3 ലക്ഷത്തിനടുത്ത് വിദ്യാർത്ഥികൾ ഇത്തവണ ഉണ്ട്. സാധാരണഗതിയിൽ ഇത് വിദ്യാർത്ഥികൾ കുറയുന്നു എന്ന് പറയുന്നുണ്ട്. അത് സാധാരണ അതൊരു പ്രശ്നമായിട്ടല്ല കാണുന്നത്. കൂടുതൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ ആളുകളുടെ ഒരു കുഞ്ഞുങ്ങളുടെ വളർച്ച വെച്ചിട്ട് ആ ഒരു പ്രായത്തിൽ ഉള്ള വിദ്യാർത്ഥികൾ എല്ലാം സർക്കാർ സ്കൂളിലേക്ക് കൂടുതൽ എത്തുന്നുണ്ട്. പിന്നെ പല സർക്കാർ സ്കൂളുകളെ, എയ്ഡഡ് സ്കൂളുകളിലൊക്കെ കുട്ടികൾ എത്താൻ വേണ്ടി തന്നെ അവർ ക്ലാസ്സുകൾ കുറച്ച് മികച്ചതാക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ ശീതീകരിച്ച ക്ലാസ് മുറികളുണ്ട്. ഏതായാലും പ്രൊജക്ടറുകൾ ഉണ്ട്, വീഡിയോ വഴി പഠിപ്പിക്കുന്ന പഠന രീതി. അതോടൊപ്പം തന്നെ സ്മാർട്ട് ക്ലാസ്സുകളാണത്. അതോടൊപ്പം ഈ ബോർഡുകൾ, ബ്ലാക്ക് ബോർഡുകളൊക്കെ പൂർണ്ണമായി മാറുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പല സ്കൂളുകളും എത്തിയിട്ടുണ്ട്. എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാണ്. ഒരു ക്ലാസ് റൂമിന് വേണ്ട പരമാവധി സൗകര്യങ്ങൾ പലയിടത്തും ഒരുക്കിയിട്ടുണ്ട്. 1ാം ക്ലാസ്സിലേക്ക് തന്നെ നിരവധി വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ മൊത്തത്തിൽ ഉള്ളത്. ഏതായാലും തിരുവനന്തപുരത്തും അതേ ഒരു പ്രവേശനോത്സവത്തിന്റെ ഒരു ആഘോഷം വന്നിട്ടുണ്ട്. കുട്ടികളെല്ലാം വളരെ സന്തോഷമുണ്ട്. ഏതായാലും രാവിലെ മഴയൊന്നുമില്ലാത്തതുകൊണ്ട് തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വളരെ സന്തോഷത്തോടെ തന്നെ ക്ലാസ്സുകളിലേക്ക് എത്താനായി സാധിക്കും. ഏതായാലും ജൂൺ 2-ന് അവരുടെ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികളാണ്. അതുപോലെ തന്നെ 2, 4, 6, 8, 10 എന്നീ ക്ലാസ്സുകൾക്കെല്ലാം പുതിയ പാഠപുസ്തകങ്ങൾ വരുന്നുണ്ട്, പുതിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ, അതായത് ജീവിതത്തിൽ പ്രായോഗികമായി പഠിക്കേണ്ട കുറേ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പാഠ്യവിഷയങ്ങളും ഒക്കെ ഉണ്ട്. ഏതായാലും വളരെ വ്യത്യസ്തമായ രീതിയിൽ ഒരു പുതുമയോടെയുള്ള ഒരു വിദ്യാഭ്യാസ രീതി തന്നെയായിരിക്കും ഈ വർഷം മുതൽ ആരംഭിക്കുക എന്നുള്ള കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഏതായാലും എല്ലായിടത്തും
വിദ്യാർത്ഥികൾ ഇന്ന് വളരെ സന്തോഷത്തോടെ എത്തും. പല ക്ലാസ് റൂമുകളിലും കുട്ടികൾ ഇന്ന് ഒരുങ്ങിയെത്തും. അവർക്ക് വലിയ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇനി അങ്ങോട്ട് ഈ പ്രവേശനോത്സവം ആരംഭിച്ചു കഴിയുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. തീർച്ചയായും വിഷ്ണു ഇപ്പോൾ ഏത് സ്കൂളിലാണുള്ളത്? അതുപോലെ തന്നെ ഏറെ ആകർഷിക്കുന്നത് ആ സ്കൂളുകളിലെ ചുമരുകളിൽ ഉള്ള ചിത്രങ്ങൾ തന്നെയാണ്. ഞാൻ അല്പം മുമ്പ് ആദ്യം തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. ഇത് കോട്ടയം ഹിൽ സ്കൂളാണ്, തിരുവനന്തപുരത്തെ സർക്കാർ സ്കൂളാണ്. കോട്ടയം ഹിൽ സ്കൂളിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഈ സ്കൂളിൽ മാത്രമല്ല, പല സർക്കാർ സ്കൂളുകളിലുമൊക്കെ ഈ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തും ഈ ചിത്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ചുവരുകളിൽ അവർക്ക് പഠിക്കേണ്ട മാത്രമല്ല, അവർക്ക് സന്തോഷത്തോടെ ക്ലാസ്സിലിരിക്കാൻ ശരിക്കും ആ ഒരു മാനസിക ഉല്ലാസത്തിനായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ക്ലാസ് മുറികൾ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് സ്കൂളുകൾ തയ്യാറാക്കിയിട്ടുള്ളത്. വിദ്യാർത്ഥികൾ കൂടുതലും ഇവിടേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ്. പഠനത്തോടൊപ്പം തന്നെ സന്തോഷത്തോടെ ഒരു സ്കൂൾ അന്തരീക്ഷം കിട്ടാൻ വേണ്ടി തന്നെയാണ് അങ്ങനെയുള്ള ഒരു സാധ്യത. ഇവിടെ മാത്രമല്ല, പല സ്കൂളുകളിലും അത് ഒരുങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാനതല പ്രവേശനോത്സവം നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവേശനോത്സവ ഗാനം രചിച്ച ഭദ്രാഹരി അടക്കം വിശിഷ്ട അതിഥിയായി എത്തുന്നുണ്ട് അവിടെ എന്നുള്ളതാണ്. വിഷ്ണു, ആലപ്പുഴ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംസ്ഥാനതല പ്രവേശനോത്സവം നടക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവേശനോത്സവ ഗാനം രചിച്ച വിദ്യാർത്ഥിനി ഭദ്രാഹരി വിശിഷ്ട അതിഥിയായി ആ ഒരു ചടങ്ങിൽ എത്തുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതേ, തീർച്ചയായിട്ടും ഭദ്രാഹരിയെ കുറിച്ച് പറയുമ്പോൾ വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്നും ആദ്യമായാണ് ഒരു വിദ്യാർത്ഥി ഈ സ്കൂൾ പ്രവേശനോത്സവത്തിൽ ഒരു കവിത രചിച്ച് അത് ഗാനമാകുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യം കൂടി ഇന്നത്തെ പ്രത്യേകതയുണ്ട്. അത് നേരത്തെ തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ആ ഭദ്രാഹരി എഴുതിയ കവിത പിന്നീട് അൽഫോൺസ് സംഗീതം നൽകി. ആ ഒരു പാട്ട് കൂടി, അതൊരു ഗാനമാണ് ഇന്ന് പ്രവേശനോത്സവത്തിൽ ഉണ്ടാവുക. ഏതായാലും അത് ആദ്യമായാണ് ഒരു വിദ്യാർത്ഥിയുടെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടാകുന്നത്. അത് ഭദ്രാഹരിയെ അവിടെ സ്വീകരിക്കുന്നുണ്ട്. അവിടെ പ്രത്യേക അതിഥിയായി ക്ഷണിച്ചിട്ടുണ്ട്. അത് ആലപ്പുഴയിൽ ആ ചടങ്ങിൽ എന്തായാലും ഉണ്ടാകും. അത് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും 2 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം പുതിയ സ്കൂളിലേക്ക് എത്തുന്നവരുണ്ടാവും. പുതിയ സുഹൃത്തുക്കളെ പരിചയപ്പെടാൻ എത്തുന്ന കുട്ടികളുണ്ടാകും. അതുപോലെ തന്നെ വിദ്യാലയ ഓർമ്മകൾ പങ്കുവെക്കാനായി പുത്തൻ ബാഗും കുടയും യൂണിഫോം ഒക്കെ ധരിച്ചുള്ള കുട്ടികളുടെ കാഴ്ചയാണ്. ആവേശത്തിലാണ് ഇന്ന് കുട്ടികൾ ഓരോരുത്തരും ഇന്ന് വിദ്യാലയങ്ങളിൽ എത്തുക.